ഹായ്, ഇസ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടേബിൾ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി ലൈഫ് വാസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. ഇപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് ഗുഡ് ബാഡ് അഗ്ലി, മൈ ഒപ്പീനിയൻ. ഗുഡ് ബാഡ് അഗ്ലി എന്ന ചിത്രത്തിൻ്റെ ടൈറ്റിലിനെ കുറിച്ചുള്ള എൻ്റെ ഒപ്പീനിയനാണെന്ന് നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കുന്നത്. ഗുഡ് ബാഡ് അഗ്ലി തമിഴിലെ സൂപ്പർ താരമായ തല അജിത്തിൻ്റെ 63ാമത്തെ ചിത്രമാണ് ഗുഡ് ബാഡ് അഗ്ലി എന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിത്രത്തിൻ്റെ ടൈറ്റിൽ കഴിഞ്ഞ ആഴ്ചയാണ് പുറത്തുവിട്ടത്, ഗുഡ് ബാഡ് അഗ്ലി, അദ്ദേഹത്തിൻ്റെ 63ാമത്തെ ചിത്രം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറ്റൊരു ചിത്രമായ 62ാമത്തെ ചിത്രമായ ബിഡാമുയർച്ചിയുടെ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിലാണ് അദ്ദേഹം തൻ്റെ അടുത്ത ചിത്രം പ്രഖ്യാപിക്കുന്നത്. സാധാരണ അജിത് ചിത്രം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ചിത്രം പൂർത്തിയായി കഴിഞ്ഞ്, ഷൂട്ടിംഗ് പൂർത്തിയായി കഴിഞ്ഞ് കുറേ 2-3 മാസങ്ങൾ കഴിഞ്ഞാണ് അദ്ദേഹം അടുത്ത ചിത്രത്തിൽ കമ്മിറ്റ് ആകുക. പക്ഷേ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ്, ഏകദേശം 2010 ശേഷമായിട്ട് ആദ്യമായിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു ചിത്രം നടന്നുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു ചിത്രത്തിൻ്റെ അനൗൺസ്മെൻറ്റ് നടത്തുന്നത്. അല്ല, അതിനു മുമ്പ് ആരംഭം വീരൻ ടൈമിൽ ഇത് നടന്നിരുന്നു. ആരംഭത്തിന് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീരം പ്രഖ്യാപിക്കുകയുണ്ടായി. അപ്പോൾ ഏകദേശം ഒരു 10 വർഷത്തിന് ശേഷമാണ് അദ്ദേഹം തൻ്റെ ബാക്ക് ടു ബാക്ക് സിനിമ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ചെയ്യുന്നത്. സാധാരണ അദ്ദേഹം ഒരു ചിത്രം പൂർത്തിയാക്കിയതിന് ശേഷം ഫാമിലിയുടെ കൂടെ പോയി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് ഒക്കെയാണ് അദ്ദേഹം അടുത്ത ചിത്രത്തിന് വേണ്ടി റെഡിയാവുക. അപ്പോൾ ചിത്രം പൊങ്കൽ റിലീസായിട്ടായിരിക്കും തിയേറ്ററിലെത്തുന്നത്, 2025 പൊങ്കലിന്. ഇതാ വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഡേറ്റ് ഫിക്സ് ചെയ്തുകൊണ്ട്, ഡേറ്റ് ലോക്ക് ചെയ്തുകൊണ്ട് ഒരു അജിത് ചിത്രം പ്രഖ്യാപിക്കുന്നത് തന്നെ. ഇതിൻ്റെ സംവിധായകൻ ആദിക് രവിചന്ദ്രനാണ്. ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ എന്ന് പറയുന്നത് DSP ദേവ്ശ്രീ പ്രസാദാണ്. ആദിക് രവിചന്ദ്രനെ കുറിച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ 4ാമത്തെ ചിത്രമാണ് ഇത് ഗുഡ് ബാഡ് അഗ്ലി എന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചിത്രം 2015 പുറത്തിറങ്ങിയ തൃശയില്ല എന്ന നയൻതാര, അത് വൻ വിജയമായിരുന്നു. 2ാമത്തെ ചിത്രം AAA അൻപാണവൻ അടങ്കാതവൻ അസ്രാതവൻ STRനെ വെച്ചുകൊണ്ടുള്ള ചിത്രം വൻ പരാജയമായി. 3ാമത്തെ ചിത്രം 2023 പുറത്തിറങ്ങിയ ബഗീര, ചിത്രവും പരാജയപ്പെട്ടു. പക്ഷേ 4ാമത്തെ ചിത്രം മാർക്ക് ബോക്സ് ഓഫീസിൽ 100 കോടിയും കടന്ന് വലിയൊരു വിജയമാണ് മാർക്ക് നേടിയത്. അപ്പോൾ ആ വിജയത്തിൻ്റെ ഇതിൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിന് അജിത്തിൻ്റെ കാൾ ഷീറ്റ് ലഭിക്കുന്നതും. അപ്പോൾ അദ്ദേഹം അജിത്തിനൊപ്പം നേർക്കൊണ്ട പാർവയിൽ അഭിനയിച്ചിട്ടുണ്ട്. ആ ഒരു പരിചയമാണ് അദ്ദേഹത്തെ ഈ സിനിമയിലേക്ക് എത്തിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഇൻ്റർവ്യൂ കാണുവാനിടയായി. അപ്പോൾ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം ആദിക് രവിചന്ദ്രന് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ക്ലാസ്സിലെ ടീച്ചർ എല്ലാവരോടും എന്താകണമെന്ന് ചോദിച്ചപ്പോൾ ഓരോരുത്തർ ഓരോ മറുപടി പറയും. ഇദ്ദേഹം സംവിധായകനാകണമെന്ന് പറയുകയും, അപ്പോൾ ആരായിരിക്കും ഹീറോ എന്ന്, ആരെ വെച്ചായിരിക്കും നീ പടം എടുക്കുക എന്ന് ചോദിച്ചപ്പോൾ അജിത്തിനെ വെച്ച് ആയിരിക്കും എടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് അദ്ദേഹം വന്ന് പറയുകയുണ്ടായി. ആ ആഗ്രഹം വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ സഫലമാകാൻ പോവുകയാണ്. ജൂണിൽ ചിത്രം ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്ത് ജനുവരി 2025 ചിത്രം റിലീസ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ മ്യൂസിക് എന്ന് പറയുന്ന DSP ആണ്, ദേവ്ശ്രീ പ്രസാദ്. 2ാമത്തെ പ്രാവശ്യമാണ് അജിത്തുമായിട്ട് ഒത്തുചേരുന്നത്. ആദ്യത്തെ അജിത്തും അദ്ദേഹവുമായിട്ടുള്ള ആദ്യ കോമ്പിനേഷൻ എന്ന് പറയുന്നത് 2014 പുറത്തിറങ്ങിയ വീരമായിരുന്നു. അപ്പോൾ വീരത്തിലെ പാട്ടുകളും ഹിറ്റായിരുന്നു. വീരത്തിലെ BGM എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടത് വീരത്തിൻ്റെ ആ ഒരു BGM ആണ്. വേറെ ലെവൽ BGM ആയിരുന്നു അത്. ആ ഒരു ഗൂംസ് ബോംസ് BGM ആയിരുന്നു ദേവ്ശ്രീ പ്രസാദ് അജിത്തിന് വേണ്ടി അതിലൊരുക്കിയത്. അപ്പോൾ പുഷ്പയിലൂടെ നാഷണൽ അവാർഡൊക്കെ നേടി ഇങ്ങനെ നല്ല പീക്കിൽ നിൽക്കുന്ന അദ്ദേഹം വീണ്ടും അജിത്തിൻ്റെ കൂടെ ഒന്നിക്കുകയാണ്. അദ്ദേഹവും അജിത്തുമായിട്ടുള്ള 2ാമത്തെ ചിത്രം ഗുഡ് ബാഡ് അഗ്ലി എന്നത്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, വർഷങ്ങൾക്ക് ശേഷമാണ് അജിത്ത് ഒരു ഇംഗ്ലീഷ് ടൈറ്റിൽ തൻ്റെ പടത്തിന് വയ്ക്കുന്നത്. ഇതുവരെ അദ്ദേഹം തമിഴ് ടൈറ്റിലുകളായിരുന്നു വെച്ചുകൊണ്ടിരുന്നത്. 2000, അതായത് ഏകദേശം ഒരു 22 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 2002 അദ്ദേഹം അവസാനമായിട്ടൊരു തമിഴ് ടൈറ്റിൽ അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്ക് വെച്ചത്. റെഡ് എന്നായിരുന്നു ചിത്രത്തിൻ്റെ പേര്. അതിനുശേഷം ഏകദേശം 22 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇംഗ്ലീഷ് ടൈറ്റിൽ തൻ്റെ പടത്തിന് വയ്ക്കുന്നതും, ഗുഡ് ബാഡ് അഗ്ലി എന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിടാമുയർച്ചി ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നു. അത് ചിത്രം ദീപാവലിക്ക് എത്തുമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിനുശേഷം പൊങ്കൽ, ബാക്ക് ടു ബാക്ക് ഏതായാലും അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ വരുന്നുവെന്നത് വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ വർഷത്തിലൊന്നല്ല 2 വർഷത്തിലൊന്നൊക്കെയാണ് അദ്ദേഹം ചിത്രങ്ങൾ ചെയ്യുക. അപ്പോൾ കൂടുതൽ ഫോമിലേക്ക് അദ്ദേഹം വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ അദ്ദേഹത്തിന് തുടർച്ചയായ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം ആശുപത്രിയിലൊക്കെ അഡ്മിറ്റായിരുന്നു. അപ്പോൾ ഫാൻസ് അതിൻ്റെയൊക്കെ ഒരു വിഷമത്തിലായിരുന്നു. അപ്പോൾ കണ്ടിന്യൂ ആയിട്ടുള്ള മൂവി അപ്ഡേറ്റൊക്കെ വന്നതോടുകൂടി ഫാൻസും വളരെയധികം സന്തോഷത്തിലാണ്. ഗുഡ് ബാഡ് അഗ്ലി വലിയൊരു വിജയമാവട്ടെ എന്ന് നമുക്ക് കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.